ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും ഹിന്ദു ആചാരപ്രകാരം ജീവിച്ച് വന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വിവാഹവും ഹിന്ദു ആചാരപ്രകാരമാണ്. ലോകം മറ്റുള്ളവരും വിധിയെഴുതി തള്ളിയ സ്ഥാനത്ത് ഞങ്ങളും മരിച്ചു പോകുമെന്ന് വിധിയെഴുതി ഞങ്ങളത് മരണവും കാത്തിരുന്നൊരു അവസരം കട്ടറടിച്ചിട്ട് എൻ്റെ കാലിൻ്റെ കുഴ കട്ട് ചെയ്ത് നഷ്ടമായി. സെൻട്രൽ ഹോസ്പിറ്റൽ, സൗദി അറേബ്യയിലെ സെൻട്രൽ ഹോസ്പിറ്റൽ വിധിയെഴുതി ഈ കാലിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാൽവരി ക്രൂശിൽ അവൻ നമ്മൾക്ക് വേണ്ടി അവൻ്റെ രക്തം ചൊരിഞ്ഞ് വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും അവൻ്റെ മക്കളാണ്. നമ്മളവൻ അറിഞ്ഞാലും ഇല്ലെങ്കിലും അവൻ നമ്മളെ വീണ്ടെടുത്ത ദൈവമാണ്. മാനസാന്തരത്തിൻ്റെ പുതുപടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതുസൃഷ്ടികളായവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിൻ്റെ പടവുകൾ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്ക് സമീപം തൊടിലി സ്വദേശിയും ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് തൊടിലി സഭാ ശുശ്രൂഷകനുമായ സുവിശേഷകൻ ശശികുമാറിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ഹൈന്ദവ പാരമ്പര്യ പശ്ചാത്തലത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറിയ ശശികുമാറും ഭാര്യ സിന്ധു ശശികുമാറും ഇന്ന് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിതം തുടരുകയാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ 27 വയസ്സുള്ളപ്പോൾ വിവാഹം കഴിഞ്ഞ് ഗൾഫ് നാട്ടിലേക്ക് പോവുകയും തിരിച്ചു വീണ്ടും നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിന് അസുഖം ബാധിച്ച് കിടപ്പിലായി. ആ അസുഖം 9 മാസം തുടർന്നു. ഞങ്ങൾ കൊണ്ടുപോകാവുന്നതിൻ്റെ പരമാവധി ഹോസ്പിറ്റലുകളിലും മറ്റു വൈദ്യന്മാരുടെ അടുത്തും കൊണ്ടുപോയി ശുശ്രൂഷിച്ചിട്ടും ഞങ്ങൾക്കൊരു ശകലം പോലും അതിനൊരു ഭേദമോ മാറ്റമോ ഇല്ലാതെ ആ രോഗം പിന്തുടർന്നു പിടിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പേര് ശശികുമാറാണ്. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഹിന്ദു ആചാരപ്രകാരം ജീവിച്ച് വന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വിവാഹവും ഹിന്ദു ആചാരപ്രകാരമാണ്. വിവാഹം കഴിഞ്ഞിട്ടാണ് 6 മാസം ഞാൻ ഗൾഫിലേക്ക് വീണ്ടും പോയി. ഗൾഫിലിരുന്ന് നാട്ടിലേക്ക് വന്ന് വീണ്ടും വിവാഹം കഴിഞ്ഞ് വീണ്ടും പോയി. 6 മാസം കഴിഞ്ഞ് എൻ്റെ വൈഫിന് സുഖമില്ലാതായ വിഷയമാണ്. കർത്താവിൻ്റെ മുമ്പിൽ സാക്ഷീകരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിലല്ലാതെ ദൈവത്തിൻ്റെ മുമ്പിൽ സാക്ഷീകരിക്കുന്ന ഒരു വിഷയമാണ്. അവസാനം മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഒരു അത്താണിയായി ഞങ്ങളുടെ വീട്ടിനടുത്ത് താമസിച്ചിരുന്നൊരു പൂർവ്വകാല ക്രിസ്ത്യാനി ഞങ്ങളെ സമീപിച്ച് ഞങ്ങളോട് വളരെ വിഷയങ്ങൾ ഞങ്ങളോട് സംസാരിക്കാനും കർത്താവിൽ വിടുതലുണ്ട്, നിങ്ങൾ ഇന്ന് വരെ കണ്ടതല്ല, കർത്താവിൽ നിങ്ങളുടെ ജീവനെ മടക്കി കിട്ടും, നിങ്ങളുടെ അവസ്ഥ മാറും, കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വിടുതൽ തരും. ആദ്യം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾ ഹിന്ദുത്വത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ ആശുപത്രി ആ നല്ലൊരു മനുഷ്യൻ്റെ വാക്കിനെ ഞങ്ങൾ എടുത്തില്ല. അന്നേരം ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് മന്ത്രവാദത്തിൻ്റെയും മറ്റു പൂജാകർമ്മങ്ങളിലേക്ക് ഞങ്ങൾ കടന്നുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ജീവിച്ചു. എന്നിട്ടും അവിടെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു വിടുതൽ ഞങ്ങൾക്ക് കിട്ടിയില്ല. അവസാനം ഞങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ നോക്കി പറഞ്ഞത് കണ്ടക ശനിയാണ്, അവസാനം ഇത് ജീവിച്ച് 2 പേരും ഇരിക്കത്തില്ല, അവരുടെ മരണം തന്നെയാണ് അവസാനമെന്ന് വിധി എഴുതി ഞങ്ങളെ മാറ്റി. ഞങ്ങളെ കൊണ്ടുപോയി നോക്കിയിടത്തൊക്കെ പൂജാകർമ്മങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞ രീതിയിലെല്ലാം ചെയ്തിട്ടും ഒരു വിടുതലില്ലാതെ ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ ആ സമയത്ത് വീണ്ടും ഞങ്ങൾക്ക് നേരത്തെ നിർദ്ദേശം തന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഞങ്ങളെത്തി. ആ പള്ളിയുടെ ആ നല്ല മനുഷ്യൻ്റെ ഉപദേശം അനുസരിച്ച് ഞങ്ങൾ അതിലേക്ക് ശ്രദ്ധ വെച്ചു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എറണാകുളത്തൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി 7 ദിവസം ധ്യാനമിരിക്കണം. 7 ദിവസം നിങ്ങൾ ധ്യാനമിരുന്നാൽ നിങ്ങളുടെ രോഗം പൂർണ്ണമായി കഴിയും എന്ന് ഞങ്ങൾക്ക് ഉപദേശം തന്നു. അവരുടെ നിർദ്ദേശപ്രകാരം എറണാകുളത്തെ ധ്യാന കേന്ദ്രത്തിൽ പോയി 7 ദിവസം അവിടെ ഭജനം ഇരുന്നു. 7ൻ്റെ അന്ന് ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞാൽ ഒരു വിടുതലുമില്ലാതെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. എനിക്ക് പറയാനുള്ളൊരു വിഷയം എന്തെന്നാൽ, നമ്മളറിയുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം നമ്മളറിയാതെ നമ്മുടെ കൂടെയുണ്ട്. കാൽവരി ക്രൂശിൽ അവൻ നമ്മൾക്ക് വേണ്ടി അവൻ്റെ രക്തം ചൊരിഞ്ഞ് വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും അവൻ്റെ മക്കളാണ്. നമ്മളവൻ അറിഞ്ഞാലും ഇല്ലെങ്കിലും അവൻ നമ്മളെ വീണ്ടെടുത്ത ദൈവമാണ്. അവിടെ നിന്ന് വിടുതലില്ലാതെ ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി, വീട്ടിലേക്ക് വന്നു. വീണ്ടും ആ മനുഷ്യൻ്റെ നിർദ്ദേശമനുസരിച്ച് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക്
മുട്ടുമടക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മുട്ടുമടക്കി ദൈവസന്നിധിയിലേക്ക് മുട്ടുമടക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ ഞങ്ങളെ വിട്ടുമാറി. ഞങ്ങൾക്ക് സഹായിപ്പാൻ ഞങ്ങളുടെ ബന്ധുക്കാരോ സ്വന്തക്കാരോ ആരുമില്ലാതെ എൻ്റെ ഭാര്യയുടെ അപ്പൻ മാത്രം ഇതിന് തുണയായി നിന്നു. കൂടെ എൻ്റെ അമ്മയുമുണ്ട്. അന്നേരം ഞാൻ നാട്ടിലില്ല, ഞാൻ ഗൾഫിലാണ്. ഈ വിഷയങ്ങളൊക്കെ എന്നെ അവിടേക്കടി വിളിച്ചു പറയുന്നൊരു വിഷയങ്ങളുമുണ്ട്. എന്നാൽ എന്നോട് ചോദിച്ചൊരു വിഷയമുണ്ട്. ഞാൻ പള്ളിയിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പൊക്കോളുക, ഒരു വിഷയമില്ല. എവിടെ പോയാലാണ് നിങ്ങൾക്ക് സുഖം കിട്ടുന്നു അവിടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം എന്ന് സന്തോഷത്തോടെ ഞാൻ മറുപടി പറഞ്ഞ് അവരയച്ചു. എന്നാൽ ഇവിടെ പോയിട്ടും സുഖമില്ലാതെ വീട്ടിൽ മടങ്ങി വന്ന അവസരങ്ങൾ ഒരുപാടുണ്ട്. മരിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങളുടെ മുമ്പിലുണ്ട്. മരിച്ചു പോകുമെന്ന് ലോകം മറ്റുള്ളവരും വിധിയെഴുതി തള്ളിയ സ്ഥാനത്ത് ഞങ്ങളും മരിച്ചു പോകുമെന്ന് വിധിയെഴുതി ഞങ്ങളത് മരണവും കാത്തിരുന്നൊരു അവസരമാണ്. ഒരു ദിവസം ഇതുപോലെ ആ പെൺകുട്ടി ജീവൻ വെടിഞ്ഞു പോകാനും ഇടയായി. എന്നാൽ ഒരു 10 മിനിറ്റിനകത്ത് ആ ജീവൻ ദൈവം വീണ്ടും മടക്കി തന്നു. കാരണം നിശ്ചലമായി ശരീരം തണുത്തു വിറച്ചു. ചലനമില്ലാതെ ചലനമറ്റ് കട്ടിലിലായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ വിട്ടുപോയി എന്ന് കണക്ക് കൂട്ടി. എന്നാൽ ഒരു 10 നിമിഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ മകൾക്ക് ജീവൻ തിരിച്ചു കിട്ടി, കണ്ണു തുറന്നു, ജീവൻ മടക്കി കിട്ടി. അപ്പോൾ ഞങ്ങൾക്കറിയില്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളറിയുന്ന നമ്മളെ പിന്തുടരുന്ന ഒരു കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ആ ഒരു വിശ്വാസം പിന്നീട് ഞങ്ങൾക്ക് പകൽ പോലെ കാണുവാൻ സാധിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആഗ്രഹിച്ചു. പ്രാർത്ഥനയോടെ ഇരുന്നപ്പോൾ തിരുവല്ലാക്കാരൻ ഒരു കർത്തുദാസൻ കാരക്കോണത്ത് താമസക്കാരനുണ്ട്, കുടുംബമായി 2 കുഞ്ഞുമക്കളുമായി. അവരെ ക്ഷണിച്ചു. അവർ വീട്ടിലേക്ക് വന്നു, വിഷയങ്ങൾ അവതരിപ്പിച്ചു. ആ നല്ല മനുഷ്യൻ കർത്തൃദാസൻ പറഞ്ഞത്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം ഇത് വിടുവിപ്പാൻ ഒരു ദൈവമുണ്ട്. അവൻ്റെ കയ്യിലേക്ക് നമ്മൾ കേൾപ്പിക്കാം. അവൻ നമ്മളെ എന്ത് ചെയ്യുന്നോ എന്ന് നമ്മൾ അറിയേണ്ടതിന് നമുക്ക് സമർപ്പിച്ചു കൊടുത്താൽ കർത്താവിൻ്റെ ഹിതം ചെയ്യും. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നമുക്ക് വ്യവസ്ഥയില്ല. പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പുള്ളി വിഷയം വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളോട് പറഞ്ഞു, 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ക്രമീകരിക്കാൻ പുള്ളി നിർദ്ദേശം നൽകി. പുള്ളി പറഞ്ഞതുപോലെ ഞങ്ങൾ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. വ്യാഴം, വെള്ളി, ശനി. ഈ 3-ാം ദിവസം വ്യാഴം മുതൽ വെള്ളി വരെ ഈ മകൾ അനുഭവിച്ച വേദനയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കണ്ടാൽ, ഈ പെൺകുട്ടിയെ കണ്ടാൽ ഒരു സ്ത്രീ എന്ന് പറയാൻ കഴിയാത്തവണ്ണം ഉണങ്ങി മെലിഞ്ഞ് വളരെ ആൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ആൾ മാറിയിരുന്നു. കാരണം ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. പിടിച്ചുകൊണ്ട് പോയാൽ നടന്നു വരും, ഇരുത്തിയാൽ അവിടെ ഇരിക്കും. എന്നാലോ അത് മറ്റൊരാളോട് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ സംസാരിക്കാനോ കഴിയില്ല. ഉറങ്ങത്തില്ല, വെള്ളം കുടിക്കത്തില്ല, സംസാരിക്കത്തില്ല. ഇതായിരുന്നു പുള്ളിയുടെ അസുഖം. എന്നാൽ ഇത് ഞാൻ ഗൾഫിൽ നിന്ന് വരുന്നതിന് മുമ്പ് പുള്ളി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള പദ്ധതി ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് പിന്നീട് അറിയുവാൻ കഴിയും. എന്നാൽ ആ ദൈവദാസൻ്റെ നിർദ്ദേശപ്രകാരം 3 ദിവസത്തെ ഉപവാസം, വ്യാഴം, വെള്ളി, ശനി. ശനിയാഴ്ച പകലിൽ 12 മണിയായ സമയത്ത് മരിച്ചതുപോലെ കിടന്ന മകൾ എഴുന്നേറ്റു. അവരോടൊപ്പം പ്രാർത്ഥിപ്പാൻ എൻ്റെ കർത്താവിൻ്റെ കൃപ പകർന്നു. അവരോടൊപ്പം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പുള്ളിക്കാരി ചോദിക്കുന്നത് എന്തെന്നാൽ, ഇതെന്താ ഇവിടെ സംഭവിക്കുന്ന വിഷയം ചോദിച്ചപ്പോൾ വിഷയങ്ങൾ അവതരിപ്പിച്ചു. കർത്താവ് തൻ്റെ മകൾക്ക് അന്ന് കൊടുത്തൊരു വിടുതൽ ഇന്നും അത് പിന്തുടരുന്നു. കൃപയാൽ മരിച്ചു പോകാമായിരുന്ന സ്ഥാനത്ത് ആ മകളെ ദൈവം വീണ്ടെടുത്തു. കർത്താവ് കരം നീട്ടി തൊട്ടു. ആമേൻ കരം പിടിച്ചെഴുന്നേൽപ്പിച്ചു. മരണത്തിൽ നിന്നും മരണത്തെ വെടിവെച്ച് ഞങ്ങളോട് കൂടെ ഇരുന്ന കർത്താവ് തൻ്റെ മകൾക്കൊരു വലിയൊരു വിടുതലിന് കാരണമായി മാറി. ഇന്ന് പകലിൽ ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ, ഈ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ, നിങ്ങളിരിക്കുന്ന സ്വീകരണ മുറിയിൽ ഈ സാക്ഷ്യം എത്തുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക, ഞങ്ങളെ വെടിവിപ്പാൻ ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. നിങ്ങൾ ഏതെങ്കിലും അവസ്ഥയിൽ ഭാരപ്പെടുന്നുവെങ്കിൽ, ഇതുപോലെ ഏതെങ്കിലും അവസ്ഥയിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾക്ക് വിടുതലില്ല, നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ, നിങ്ങളൊരു വിടുതലിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മടിക്കേണ്ട. വിളിച്ചാൽ എൻ്റെ കർത്താവ് നിങ്ങളെ വെളിപ്പുറത്ത് ഉണ്ട്. ആമേൻ. സ്തോത്രം. വചനം പഠിപ്പിക്കുന്നു, ഞാൻ അവൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. മുട്ടിൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ അവൻ എന്നോടും ഞാൻ അവനോട് കൂടി അത്താഴം കഴിക്കും. ആ കർത്താവ് വാഗ്ദത്തം നൽകിയ ദൈവം നമ്മളോട് കൂടി സദാ നമ്മുടെ നടുവിലുണ്ട്. രോഗബാധിതയായ ഭാര്യ സിന്ധുവിൻ്റെ കർത്താവിലൂടെയുള്ള അത്ഭുത രോഗസൗഖ്യമാണ് ശശികുമാറിനെ കർത്താവിൻ്റെ സാക്ഷിയാക്കി മാറ്റിയത്. ഡോക്ടർമാരും വൈദ്യശാസ്ത്രവും കൈവിട്ട നാളുകളിൽ പ്രാർത്ഥനകളിലൂടെയും ഉപവാസത്തിലൂടെയും
ദൈവികമായ സാന്നിധ്യവും സൗഖ്യവും അനുഭവിച്ച സിന്ധുവും ശശികുമാറും കഴിഞ്ഞ 25 വർഷങ്ങളായി കർത്താവിൻ്റെ സാക്ഷികളായി ജീവിതം തുടരുകയാണ്. നിരവധിയായ ദൈവികമായ അനുഭവങ്ങളിലൂടെയും രോഗസൗഖ്യങ്ങളിലൂടെയും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ശശികുമാർ ഇപ്പോൾ തുടലി ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് സഭാ ശുശ്രൂഷകനായും സഞ്ചാര സുവിശേഷകനായും കുടുംബമായി സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. എൻ്റെ ഭാര്യ കർത്താവിൻ്റെ പക്കൽ നിന്ന് വിടുതൽ പ്രാപിച്ചു പരിപൂർണ്ണ സൗഖ്യത്തോടെ എഴുന്നേറ്റു. എന്നാൽ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 2 വർഷമായി ഞങ്ങൾക്ക് തലമുറകളില്ല. തലമുറകൾ കിട്ടത്തില്ലെന്ന് ലോകം വിധി എഴുതി, ഡോക്ടർമാർ വിധി എഴുതി, തലമുറകൾ കിട്ടത്തില്ല എന്ന് വിധി എഴുതിയ സ്ഥാനത്ത് എൻ്റെ ദൈവം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ തന്നു. 2 മോളും 1 മോനും. ഫ്രീസലോ അത് ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന വലിയൊരു ദാനമാണ്. എന്നാൽ എൻ്റെ 2ാമത്തെ മകള് ജനിച്ചപ്പോൾ, ഞാൻ ഒരു മോള് ജനിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഗൾഫിലേക്ക് പോയി. എൻ്റെ 2ാമത്തെ മകൾ ജനിച്ചപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് നഷ്ടമായി. ഞാൻ ഗൾഫിൽ നല്ലൊരു കമ്പനിയിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളായിരുന്നു. ആ കമ്പനിയിൽ അറിയപ്പെട്ടൊരു പണിക്കാരനുമായിരുന്നു. എന്നാൽ എൻ്റെ 2ാമത്തെ മകളെ പ്രസവിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വലത്തെ കാലിൻ്റെ ഭാഗത്ത് കട്ടർ അടിച്ചിട്ട് എൻ്റെ കാലിൻ്റെ കുഴ കട്ട് ചെയ്ത് നഷ്ടമായി. സെൻട്രൽ ഹോസ്പിറ്റൽ, സൗദി അറേബ്യയിലെ സെൻട്രൽ ഹോസ്പിറ്റൽ വിധി എഴുതി ഈ കാലിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് വിധി എഴുതി തള്ളി. ഒരു മുണ്ടിയായി 29 ദിവസം ഞാൻ ആ കമ്പനിയിൽ തള്ളി നീക്കി. കമ്പനി റിപ്പോർട്ട് എഴുതി, നിങ്ങൾക്കിനി ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കുകയില്ല, കാരണം ഒരു കാലിൻ്റെ സപ്പോർട്ടില്ലാതെ നിങ്ങൾക്കിവിടെ ജോലി ചെയ്യാൻ സാധ്യമല്ല, നാട്ടിലേക്ക് പോകുവാൻ എല്ലാ പേപ്പറുകളും തയ്യാറാക്കാൻ എന്നോട് പറഞ്ഞു. സൈൻ ചെയ്ത് കൊടുത്താൽ മതി, അവർ ടിക്കറ്റ് റെഡിയാക്കി നാട്ടിലേക്ക് കയറ്റിവിട്ടു. എന്നാൽ ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നാൽ സാമ്പത്തികമൊന്നുമില്ലാത്ത എനിക്ക് മുന്നോട്ട് കടന്നു പോകാൻ കഴിയത്തില്ല എന്ന് പൂർണ്ണമായി മനസ്സിലാക്കി ഞാനൊരു തീരുമാനമെടുത്തു. നാട്ടിലേക്ക് പോകുന്നുവെങ്കിൽ എൻ്റെ 2 കാലും പൂർവ്വ സ്ഥിതിയിലേക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ നാട്ടിലേക്ക് പോവുകയുള്ളൂ എന്ന് കർത്താവിനോട് പറയാനിടയായി. കാരണം എനിക്ക് ദൈവത്തോട് കരയാനല്ലാതെ പ്രാർത്ഥിക്കാൻ അറിയില്ല. ഞാനൊരു ഹിന്ദു പശ്ചാത്തലത്തിൽ ജീവിച്ചൊരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ അറിയില്ല, കരയാനല്ലാതെ അറിയത്തില്ല. കരച്ചിലോടുകൂടി മുന്നോട്ട് പോയി ആ സ്ഥാനങ്ങളിലൊക്കെ ഞാൻ പിന്നെ ഒരു തീരുമാനമെടുത്തു. നാട്ടിലേക്ക് ഈ സ്ഥിതി പോയാൽ എൻ്റെ 2 പെൺകുട്ടികൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാമ്പത്തികമില്ല, മുന്നോട്ട് പോയാൽ പണിയെടുക്കാൻ ഒരു കാല സ്വാധീനവുമില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചാൽ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്താൽ കമ്പനി ശമ്പളം തരത്തില്ല. ആത്മഹത്യ ചെയ്യാതെ അപകട മരണമായാൽ 5 ലക്ഷം രൂപ കമ്പനി എനിക്ക് നൽകിത്തരും. ഈ കമ്പനിയിൽ നിന്ന് 5 ലക്ഷം രൂപ കിട്ടിയാൽ 2 ലക്ഷം രൂപ എൻ്റെ 2 മക്കൾക്കും, 1 ലക്ഷം രൂപ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ അമ്മയ്ക്കും കൂടെ ഷെയർ എന്ന് കണക്ക് കൂട്ടി മരിക്കാൻ തന്നെ രാവിലെ ഭക്ഷണവും പൊതിയുമായി, എന്നാൽ ഈ മുന്തിക്കാലും വെച്ചുകൊണ്ട് 1.5 കാലുമായി, എന്നാൽ കഴിയുന്ന പണിയെടുക്കാൻ ടൈലിൻ്റെ പണിയാണ്, താഴെ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് കഴിയുന്ന പണി ചെയ്യാറുണ്ട്. അവിടെ നിന്ന് വീണ്ടും ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ഒരു കാലം ഒരു വടിയുടെ സഹായത്തോടു കൂടി നടക്കും. എന്തിനാ, ടെറസിൻ്റെ മുകളിന് താഴെ വീണ് നിലം പറ്റിയാൽ എനിക്ക് 5 ലക്ഷം രൂപ കിട്ടും. ഈ മരണം ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോഴും ഇന്ന് മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്രയെ പുറപ്പെട്ടു. എന്നാൽ ഈ 29 ദിവസവും എൻ്റെ കർത്താവ് എനിക്കൊരു മരണം ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും ആ മരണം എൻ്റെ മുമ്പിൽ വരാതെ കർത്താവ് എനിക്ക് കാവലും തണലുമായി എൻ്റെ പിന്തുടർന്നു. പലതവണ എനിക്ക് അപകടം വന്നു. എന്നാൽ എനിക്ക് അപകടം വരേണ്ട സ്ഥാനത്ത് എൻ്റെ കൂടെ വന്നവർക്ക് അപകടം വന്നു. പക്ഷേ എങ്കിലും എനിക്ക് കർത്താവ് അപകടം വരുത്തുവാൻ കഴിയാതെ, ദൈവം അതിനനുവദിക്കാതെ, പിശാചിന് വിട്ടുകൊടുക്കാതെ കർത്താവിൻ്റെ കരം, എനിക്ക് അപകടം വരുവാൻ പലതവണ ഞാൻ ആഗ്രഹിച്ചുവെങ്കിലും എനിക്ക് അപകടം വന്നില്ല. ഞാൻ മരണം ആഗ്രഹിച്ചുകൊണ്ട് ഓരോ ദിവസവും റൂമിൽ നിന്നിറങ്ങും. വൈകുന്നേരം ചിന്തിക്കും, ഇന്നെങ്കിലും ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോയി. എന്നാൽ എനിക്കൊരു അപകടം പോലും വരുവാൻ, ഒരു പോറൽ പോലും വരുവാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ ആശുപത്രിയിലെ വൃത്തങ്ങൾ എന്നോട് പറഞ്ഞു, ഇനി നിൻ്റെ കാലിന് ഒരു കാരണവശാലും
കൂട്ടിച്ചേർക്കാൻ കഴിയില്ല, ഞരമ്പ് കട്ടായിപ്പോയി, ഒരു കാരണവശാലും ഈ കാലുകൊണ്ട് നടക്കാൻ എനിക്ക് കഴിയത്തില്ലെന്ന് അവർ ഉറപ്പുവരുത്തി സെൻട്രൽ ഹോസ്പിറ്റൽ സർട്ടിഫിക്കറ്റും എഴുതി കമ്പനിയെ സമർപ്പിച്ചു. അങ്ങനെ കമ്പനി എന്നെ കയറ്റിവിടേണ്ട എല്ലാ പ്രതീക്ഷകളും അവർ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ എൻ്റെ എൻ്റെ റൂമിലേക്ക് ഞാൻ ഈ പണിയും കഴിഞ്ഞ് കടന്നു വരുമ്പോൾ എൻ്റെ കൂട്ടുകാരെന്നെ കളിയാക്കി, നാട്ടിലേക്ക് പോകുന്ന നീ ഇവിടെ നിന്ന് പോകുമ്പോൾ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന തേങ്ങയുടെ 2 ചിരട്ട നാട്ടിലേക്ക് കൊണ്ടുപോകണം. എനിക്കാദ്യം മനസ്സിലായില്ല. പിന്നീട് എന്നെ പറഞ്ഞു, ഒന്ന് നിനക്കും ഒന്ന് നിൻ്റെ ഭാര്യയ്ക്കും ഭിക്ഷയെടുക്കാൻ. അന്നേരം ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ കാല് നഷ്ടപ്പെട്ടതിൻ്റെ വേദന അപ്പോഴാണ് എൻ്റെ ചങ്ക് പൊളിയുന്ന രീതിയിൽ എനിക്ക് ഭാരപ്പെടുവാൻ തുടങ്ങി. അന്നേരം ചങ്ക് പൊട്ടി കരഞ്ഞിട്ട് പെട്ടെന്ന് ടെറസിൻ്റെ മുകളിലേക്ക് കയറി മുട്ടിന്മേലിരുന്ന് കർത്താവിനോട് കരഞ്ഞു പറഞ്ഞു, കർത്താവേ, എനിക്ക് പ്രാർത്ഥിപ്പാൻ അറിയില്ല, കരയാനേ അറിയൂ. നിൻ്റെ മുമ്പിൽ തൊഴുതു നിൽക്കാൻ എനിക്ക് കഴിയുള്ളൂ, എനിക്ക് പ്രാർത്ഥിപ്പാൻ അറിയില്ല. എനിക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ 2 കാല് വേണം, ഇല്ലെങ്കിൽ എനിക്കിവിടെ മരിക്കണം. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ മുമ്പിൽ അവിടെ സ്വോത്രം, ഈ അനുഭവം കർത്താവിൻ്റെ മുമ്പിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ആഗ്രഹിച്ചൊരു നിലപാട്, എങ്ങനെയെങ്കിലും എനിക്കിവിടെ മരിക്കണമെന്നുണ്ട്. 10 മണി മുതൽ 12 മണി വരെ കർത്താവിൻ്റെ സന്നിധിയിൽ ടെറസിൻ്റെ മുകളിൽ മുട്ടിന്മേലിരുന്ന് കരഞ്ഞു. 12 മണിയായപ്പോൾ എഴുന്നേറ്റ് സ്റ്റെയർകേഴ്സ് വഴി ഒരു കാലിൻ്റെ സഹായത്തോടു കൂടി റൂമിൽ വന്നു ബെഡിൽ കിടക്കാൻ ഇടയായി. എന്നാൽ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശരീരം ഇളകി വിറയ്ക്കാൻ തുടങ്ങിയാൽ, എൻ്റെ ശരീരം വിറയൽ വെച്ച് കഴിഞ്ഞാൽ മോനെ നോക്കരുത്, നിനക്ക് മരണം സംഭവിക്കും. നിൻ്റെ തലച്ചോറിലേക്ക് പോകുന്ന ഞരമ്പുകളൊക്കെ കാലിൽ നിന്ന് കട്ടായിരിക്കുന്നത് കൊണ്ട് നിൻ്റെ കാലിന് ബലക്കുറവുണ്ട്, നിൻ്റെ ശരീരത്തിന് ബലക്കുറവുണ്ട്, നിൻ്റെ തലച്ചോറിലുള്ള നരമ്പുകളൊക്കെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. അതിനാൽ നിൻ്റെ ശരീരം വിറയൽ വെച്ചാൽ നീ മരണപ്പെടും എന്ന് പറഞ്ഞു. അന്ന് വന്നു കിടന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം വിറയൽ വെക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ ഉറപ്പ് വരുത്തി, നേരം പുലരത്തിൽ അതിനു മുമ്പ് എൻ്റെ ജീവൻ എടുക്കും എന്ന് ഉറപ്പാക്കി. സന്തോഷത്തോടെ പുതച്ചോൻ്റെ ബ്ലാങ്കറ്റ് തലവഴി പുതച്ച് കിടന്നുറങ്ങി. ഞാൻ 4 മണിക്ക് കണ്ണു തുറന്ന്, അതായത് ഉണർവ് വന്ന് നോക്കിയപ്പോൾ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇരുളിൻ്റെ നടുവിലാണ്, റൂമിനകത്ത് ഇരുളിലാണ്. പക്ഷേ ഞാൻ നശിച്ചു പോയി എന്നുള്ള ഒരു ചുമതലയോട് കൂടി ഞാൻ മരിച്ചുപോയി എന്നുള്ളൊരു കണക്ക് കൂട്ടലാണ്. എനിക്ക് ഇരുളായിരുന്നപ്പോൾ മരിച്ചുപോയി, ഞാൻ വേറെ ഏതോ ലോകത്താണ് എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നാൽ ഒരു 15 മിനിറ്റ് അങ്ങനെ ആ കിടപ്പിൽ കിടന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ AC വർക്ക് ചെയ്യുന്ന സൗണ്ട്, ഫാൻ കറങ്ങുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, മരിച്ചിട്ടില്ല, ജീവനുണ്ട്. അന്നേരം വന്നും എഴുന്നേൽക്കുന്നിങ്ങനെ 2 കൈ കൊണ്ട് കാലിനെ പതിയെ തട്ടാത്ത രീതിയിൽ പിടിച്ച് കട്ടിലിൻ്റെ താഴെ വെക്കണം. തട്ടിയാൽ ബ്ലഡ് നിറയും. എന്നാൽ അന്നും ഞാൻ കിടന്ന ഷീറ്റിനകത്ത് ബ്ലഡ് നിറഞ്ഞിട്ടുണ്ട്. എന്നാൽ അന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ 4 മണിയായപ്പോൾ എൻ്റെ കാലിനെ പിടിച്ച് ഞാൻ തറയിലേക്ക് മുട്ടിപ്പിക്കുമ്പോൾ എൻ്റെ കാലിന് അന്നുവരെ ആ കാലിൻ്റെ പാദത്തിന് സ്പർശനം അനുഭവപ്പെടാതെ മരവിച്ചിരുന്ന ആ കാലിന് ദൈവം അതിനെ മരവിപ്പ് മാറ്റി, പൊട്ടിപ്പോയ ഞരമ്പുകളിൽ ഒരെണ്ണത്തിനെ ദൈവം നിവർത്ത് അതിനെ പ്രവർത്തനമാക്കി എൻ്റെ കാല് ചലിക്കാൻ തുടങ്ങി. പതിയെ ഞാൻ എൻ്റെ കൈ കൊണ്ട് ആ കാലിൽ സ്പർശിച്ച് നോക്കിയപ്പോൾ എൻ്റെ കാലിൽ സ്പർശന ഫലം അനുഭവപ്പെടുന്നുണ്ട്, എൻ്റെ വിരലുകൾ അനങ്ങുന്നുണ്ട്. അങ്ങനെ എൻ്റെ കാലിനെ ദൈവം വീണ്ടും പകരം നൽകി. ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകാൻ പോകുമ്പോൾ വടി കൂടാതെ നടക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. വടിയില്ലാതെ ഞാൻ ബാത്റൂമിലേക്ക് പോയി. സന്തോഷത്തോടെ എൻ്റെ കൂട്ടുകാർ എണീറ്റ് എന്നോട് പറഞ്ഞു, നിൻ്റെ ദൈവം, നീ വിളിച്ച ദൈവം നിൻ്റെ കാലിന് പകരം മറുപടി നൽകി, മറത്തു നൽകി. ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രിയും കഴിഞ്ഞ നാളുകളിൽ ഞാൻ കരഞ്ഞ ദൈവം, ഞാൻ ഉറച്ചു നിലവിളിച്ച് കരഞ്ഞ എൻ്റെ കർത്താവ് എൻ്റെ കാലിനെ മടക്കി നൽകി. ആ ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് നിങ്ങളുടെ മുമ്പിൽ. അന്ന് ഞാൻ 9 മണി കഴിഞ്ഞ് 10 മണിയായപ്പോൾ സെൻട്രൽ ഹോസ്പിറ്റലിലെത്തി. എന്നെ ചികിത്സിച്ച ഡോക്ടറെ കണ്ടു. ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, മോനെ നീ സ്കാൻ ചെയ്ത് ഇനി പൈസ കളയണ്ട, നാട്ടിലേക്ക് പോകുമല്ലോ, ഇനി സ്കാൻ ചെയ്ത് പൈസ കളയണ്ട, നിൻ്റെ 2 സ്കാനർ റിപ്പോർട്ടും ഒരു എക്സ്റേ റിപ്പോർട്ടും ഇവിടെ ഉണ്ട്, അത് വേണമെങ്കിൽ തരാം. ഞാൻ പറഞ്ഞു, വേണ്ട, എൻ്റെ കാലിന് സ്കാൻ ചെയ്യണം. പുള്ളി എൻ്റെ നിർബന്ധപ്രകാരം എന്നെ സ്കാൻ ചെയ്തപ്പോൾ 2 ഞരമ്പുകൾ പൊട്ടി മാറി ബഡ്ജായിരുന്നിടത്തുനിന്ന് ഒരെണ്ണം നിവർന്ന് എൻ്റെ കാലിനെ പ്രവർത്തനമാക്കി നടക്കാൻ ശേഷി തന്ന ആ ഞരമ്പുകളെ
പുള്ളി സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ, ദൈവം നിന്നോട് കൂടെ ഇരുന്നത് കൊണ്ടാണ്, നിനക്ക് സഹായിച്ചത് കൊണ്ടാണ് ഇന്ന് പകലിൽ നിനക്ക് ഈ കാലിന് പൂർവ്വസ്ഥിതി പ്രാപിച്ചു തന്നത്. എന്നോട് ചോദിച്ചു, നീ ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, മുസൽമാനാണോ? ഞാൻ പറഞ്ഞു, ഞാൻ ഹിന്ദുവായിരുന്ന ഒരാളാണ്, പക്ഷേ ഇന്ന് ഞാൻ ക്രിസ്ത്യാനിയാണ്. എൻ്റെ കുടുംബം ക്രിസ്ത്യാനിയാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ വിടുതൽ ഇപ്പോൾ ദൈവത്തിനപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു മറുപടി, യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ കണ്ടറിഞ്ഞു, എൻ്റെ നടുവിൽ ഞാൻ കണ്ടറിഞ്ഞു. എന്നെ ചികിത്സിച്ച 9 ഡോക്ടർമാരെയും വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ ഈ കാഴ്ച കാണാനിടയായി. അന്നെടുത്ത സ്കാനിങ് റിപ്പോർട്ട് അവരെ കൈവശം വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇതിലൊരു കോപ്പി ഞങ്ങൾക്ക് വേണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബം നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൽ കർത്താവ് എന്നെ കരം പിടിച്ച് ഉയർത്തിയതാണ്. സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയൊരു വിടുതലുണ്ട്. നിങ്ങൾ മക്കളോ, നിങ്ങൾക്കോ, നിങ്ങളുടെ തലമുറകൾക്കോ, അമേശ്വരത്തെ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ ഏതെങ്കിലും രോഗത്താൽ തൻ്റെ മക്കൾ ഭാരപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ ആശുപത്രി കൊണ്ട് വിടുതലില്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ, ഏത് സ്ഥലത്ത് നിങ്ങൾ കൊണ്ട് നിങ്ങൾ ആരായിക്കൊള്ളട്ടെ, ഹിന്ദു ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, മുസൽമാൻ ആയിക്കൊള്ളട്ടെ, ഞാൻ ഈ പറയുന്ന സാക്ഷ്യം, ഞാൻ നിങ്ങൾ കേൾക്കുന്ന ഈ സാക്ഷ്യം ഒരു മതത്തെക്കുറിച്ചല്ല, ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചല്ല, ഒരു മതത്തെ ഇടിച്ചു പറയുന്നതോ, ഒരു മതത്തെ പൊക്കി പറയുന്നതോ, ഒരു രാഷ്ട്രീയത്തെ മുതലെടുക്കുന്നതോ അല്ല. ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ അല്ല, ക്രൂശിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട കർത്താവ് ഞങ്ങൾക്ക് നടത്തി തന്ന സാക്ഷ്യമാണ് നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. ഈ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ കേൾക്കുന്ന ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടാക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ സർവകൃപാലുവായ ദൈവം നിങ്ങൾക്കൊന്ന് മുട്ടുമടക്കുവാൻ കഴിയുമോ, അവനെ ഒന്ന് യേശുവേ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇന്ന് പകലിൽ നിങ്ങൾ ഓർമ്മിക്കുക, അവൻ്റെ കപ്പലിൽ വിടുതലുണ്ട്. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലുണ്ട്. നിങ്ങൾ മടിക്കേണ്ട. എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒരു മുട്ടുമടക്ക്. നിങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് മുട്ടുമടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മതം മാറുന്നില്ല, നിങ്ങളുടെ ജാതി മാറുന്നില്ല, നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അടിമറ പറയുന്നില്ല. എന്നാലോ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കർത്താവിലേക്കൊന്ന് സമർപ്പിച്ചാൽ എൻ്റെ ദൈവം നിശ്ചയമായും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ എൻ്റെ യേശുവിനെ കൊണ്ട് കഴിയും. ഇന്ന് പകൽക്കാലം ഈ സാക്ഷ്യം കേൾക്കുന്നവർ, സർവകൃപാലുവായ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർ, ഇത് ഞാനായി ഉണ്ടാക്കിയതല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന സകല സംഭവങ്ങളെയും അമ്മ സാക്ഷീകരിക്കുകയാണ്. തകർന്നും നുറുങ്ങിയും പോയ ജീവിതത്തിൻ്റെ പലവിധമായ അവസ്ഥാവിശേഷങ്ങളിലൂടെ കടന്നുപോയ നാളുകളിൽ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ക്രിസ്തുവിലൂടെയുള്ള അത്ഭുതകരമായ രോഗസൗഖ്യം സ്വന്തമാക്കിയ സിന്ധുവിൻ്റെ രോഗസൗഖ്യത്തിലൂടെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ശശികുമാറും ഇന്ന് കുടുംബമായി കർത്താവിൻ്റെ സാക്ഷികളായി സുവിശേഷത്തിൻ്റെ വയലിൽ വേലകൾ തുടരുകയാണ്. അനേകരുടെ ഇടയിലേക്ക് തങ്ങളുടെ സാക്ഷ്യവും ദൈവത്തിൻ്റെ വചനവുമായി ഇവർ കുടുംബമായി കടന്നു ചെല്ലുന്നു. ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിതം തുടരുന്ന നെയ്യാറ്റിൻകര തുടലി സ്വദേശികളായ സിന്ധുവിൻ്റെയും ശശികുമാറിൻ്റെയും ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.